ഹലോ, ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാ കുട്ടികൾക്കും എൻ്റെ വക ഹാപ്പി ചിൽഡ്രൻ ഡേ. അപ്പോൾ ഇന്ന് എൻ്റെ സ്കൂളിൽ കളർ ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരത്തെ നീറ്റു. പിന്നെ അവളെ ഞാൻ വിളിക്കുന്നൊക്കെ ഉണ്ട്. അവൾ കുറച്ച് മടി പിടിക്കുന്നുണ്ട് നീക്കാൻ. സ്വതവേ മടിച്ചാണ് അവൾ. പിന്നെ ഒന്ന് കളർ ഡ്രസ്സൊക്കെ ആയതുകൊണ്ടാണ് കുറച്ചും കൂടി വേഗം നീറ്റത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പല്ലേക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഇടാൻ പോകുന്ന ഡ്രസ്സ് നിങ്ങളെ കാണിക്കാം. ഇത് അവൾ ഇടാൻ പോകുന്ന ഡ്രസ്സാണ്, ഇത് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സാണ്. ഭംഗിയുണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞു ഞാൻ പല്ലേക്കാൻ പോവാണ്. അങ്ങനെ പല്ലേക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ദേ ബ്രഷൊക്കെ എടുത്തു, വേഗം പല്ലേക്കട്ടെ. ഇനി നല്ല അമർത്തിയാട്ടോ ഞാൻ തേക്കുന്നത്. എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം, അത്രയും അമർത്തുന്നുണ്ട്. വേഗം തേക്കുന്നുമുണ്ട്, അത്രയും അമർത്തുന്നുമുണ്ട്. അങ്ങനെ അമർത്തി പല്ലേക്കാണ്. ചെറിയ വേദന ഉണ്ട്, കാരണം ആടുന്ന പല്ലായതുകൊണ്ട്. പിന്നെ എന്ത് വിചാരിച്ചു, ഇന്ന് കളർ ഡ്രസ്സല്ലേ, അപ്പം ആ വേദനയൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് അങ്ങ് ചെയ്തു. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കൊന്നും ചെയ്യാൻ മറക്കരുതേ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ദേ ഇതിൽ ഷാളൊക്കെ വരുന്നതായതുകൊണ്ട് എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്ക് ഷാൾ വരുന്ന ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എന്താ അറിയോ മറിച്ചത് ശരിയാക്കിയത്, കാരണം ഞാനത് മറിച്ചിട്ടാണ് ഇട്ടിരുന്നത് ഷാള്. അപ്പം പിന്നെ അത് ശരിയാക്കി, അതാണ് എനിക്ക് പറ്റിയ പൊട്ടത്തരം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് നിങ്ങളെ ഒരു മാല കാണിക്കാനുണ്ട്. ഇത് ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അങ്ങനെ ദേ മാലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ദേ മാല അങ്ങനെ ഇടുകയാണ്. അങ്ങനെ മാലയൊക്കെ ഇട്ടു. ദേ നല്ല അടിപൊളിയായിട്ടില്ലേ എൻ്റെ മാല? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാനില്ലേ, അതല്ലേ ഇതിലെ മെയിൻ. അങ്ങനെ അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നത് നമ്മുടെ ഐബ്രോ പെൻസിലും കണ്ണെഴുതുന്നതൊക്കെ വെച്ചിട്ടാണ്. കണ്ണും ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്തു. ഇങ്ങനെയുണ്ട് ഭംഗിയില്ലേ. പിന്നെ നമുക്ക് കുറച്ച് പൗഡർ ഇടേണ്ട ഇതിന് മുകളിൽ. അങ്ങനെ പൗഡറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ. പിന്നെ കൈ കൊണ്ടൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്കതെന്തോ തൃപ്തിയാവില്ല. എൻ്റെ വിചാരം വൃത്തിയാവില്ല എന്നാണ്. അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടെ അവളും പോകുന്നുണ്ട് കേട്ടോ, ഓരോന്ന് എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ മേക്കപ്പ് സെറ്റത്തെ ഞാൻ നമ്മുടെ മേക്കപ്പ് സെറ്റിൽ സാധനങ്ങൾ വെച്ചൊന്ന് മേക്കപ്പ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ അതാണിപ്പം ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഒന്നും കൂടി നമ്മളെ കൈ വെച്ച് തുടയ്ക്കുന്നുണ്ട്, അതും ഇട്ടു ഞാൻ. പിന്നെന്താ ഉള്ളേ, ഇനി എന്താ ഇടാളേന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഐഷാഡോ ഇടാല്ലേ എന്നാലോചിച്ചു. പിന്നെ ഞാൻ അതിന് മുന്നേ ഒന്നുകൂടി ടവലൊക്കെ വെച്ചിട്ട് തുടച്ചു. പിന്നെ അമ്മയൊന്ന് തുടയ്ക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഐഷാഡോ ഇടാം. അതിൻ്റെ ബ്രഷ് ഞാൻ എടുക്കുകയാണ്. അത് അവളെടുത്തിട്ട് എങ്ങടെയോ വെച്ചിരുന്നു. അപ്പം അതൊക്കെ എടുത്തു. നമുക്ക് ഐഷാഡോ ഇടാം. ഞാൻ പേർപ്പിൾ കളർ തന്നെയാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ കളർ തന്നെ ഇടണമല്ലോ. നിങ്ങൾക്ക് കാണാനുണ്ടോയെന്നൊന്നും എനിക്കറിയാൻ വയ്യ ഗൈസ്. എങ്ങനെയുണ്ട് കണ്ണിന് മുള്ളിട്ടത്? അങ്ങനെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ പൂശിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ തുടച്ച് കളയും. പൊന്നൂനാണ് ഏറ്റവും കൂടുതൽ ഇതിടുന്നത് ഇഷ്ടം. എനിക്ക് ഇങ്ങനെ കണ്ണിൻ്റെ മുകളിൽ അധികം പ്രത്യേകിച്ച് ഐഷാഡോ ഇടുന്നത് വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഓഫാക്കുകയല്ല, നമ്മൾ തുടച്ച് കളയും.
അപ്പോൾ മുടി ഞാൻ കുറച്ച് ഇട്ടു. അപ്പോൾ നമ്മളതൊന്നും കൂടി ബ്ലെൻഡ് ചെയ്താൽ അത് റെഡി ആയിക്കോളൂലോ. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കയ്യിലിടാൻ വേണ്ടിയിട്ട് സാധനമുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുത്തു. രസമില്ലൊരു പാണ്ടടയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, പകരം ഭക്ഷണം കഴിക്കണ്ടേ. സാമ്പാറും ദോശയും 2 സോയാബീൻ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. എല്ലാതും ഇട്ടതിന് ശേഷം ഇതാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ലുക്ക് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മുഖത്ത് ചെയ്ത മേക്കപ്സ്. പിന്നെ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈല്. പിന്നെ അമ്മ പോകുന്നുണ്ട് കേട്ടോ പിന്നെ കൂടെ. എന്നിട്ട് അവളുടെ ഹെയർ സ്റ്റൈൽ ഇതാണ്. അവൾ സാധാ പോണിടൈൽ കെട്ടി അങ്ങനെയാണ്. അപ്പോൾ അവൾക്ക് വലിയ ഹെയർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവൾ വലിയ ഷോ കാണിക്കാൻ കണ്ണൊക്കെ അടച്ച് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതാണിപ്പോൾ ഞാൻ കാണിക്കുന്നത്. കണ്ടോ, ഇഷ്ടപ്പെട്ടോ? ടാഗൊക്കെ ഇട്ടു കേട്ടോ ഞാൻ, അല്ലെങ്കിൽ ഫൈൻ പറയൂലേ. ഫൈൻ കൊടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. പിന്നെ 2 പേരും കൂടി കുറച്ച് ഫോട്ടോ എടുത്തു. അപ്പോൾ എല്ലാവർക്കും ബൈ.